ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൺ റോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് എല്ലോട് കൂടിയുള്ള പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മല്ലിയിലയും കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു മട്ടൺ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് ഒരു 6-7 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മട്ടൺ അങ്ങ് വെന്ത് അങ്ങ് റെഡിയായി കിട്ടും. ഇതിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മട്ടണിലുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി തന്നെ ഇതങ്ങ് വെന്തോളും. ഓക്കെ, അങ്ങനെ നമ്മൾ കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6-7 വിസിലടിക്കുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മസാല വേണം, അതങ്ങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പാനൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് കേട്ടോ കറിക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടു. അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാള ഇട്ടു. അതിനുശേഷം കൊച്ചുള്ളി അരിയാതെ തന്നെയാണ് കേട്ടോ, നമ്മൾ ആ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് അരിഞ്ഞ് ചെറുതൊന്നും ആക്കിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇട്ടത് തക്കാളിയാണ്. എന്നിട്ട് ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഈ രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതങ്ങ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വാടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് തുറന്നെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ ആ കൊച്ചുള്ളിയൊക്കെ ഒന്ന് ഉടച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൊടികളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെയൊക്കെ ഫ്ലേവർ അധികമായിട്ട് വേണമെന്നാണെങ്കിൽ അതെല്ലാം നമുക്ക് അധികത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. ശേഷം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി നമ്മൾ മട്ടണിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് വെച്ചത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്തത് മസാലപ്പൊടിയാണ്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുത്തത്. ശേഷം നമുക്ക് അതിലേക്ക് ആ ഒരു മട്ടൺ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഇതിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയുടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മട്ടൺ റോസ്റ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് അടിപൊളി കോംബോ ആയിട്ട് പോകുന്ന നല്ല അടിപൊളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.